വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൂമിന് പെയിന്റ് അടിക്കാൻ പോവുകയാണ്. എൻ്റെ റൂമിന് ഭയങ്കര എക്കോട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ എക്കോക്കെ ഇട്ടും നിൽക്കണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ, തുണികൾ, സാധനങ്ങളൊക്കെ ഞാൻ എടുത്തും അപ്പുറത്തേക്ക് മാറ്റി ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചൊന്ന് സാധനങ്ങളൊക്കെ മാറ്റി ഒതുക്കിയിട്ടുണ്ട്. ഞാൻ കുറെ കാലമായി കരുതുന്നു പെയിന്റ് അടിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കടായിരിക്കുന്ന ഒക്കെ സ്ഥലം കുറച്ചും കൂടി ഭംഗിയിലിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആവുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാൻ കുറെ കാലമായി കരുതുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്തണമെന്ന്. ഈ വൈറ്റ് കളർ മാറ്റിങ്ങാണ്ട് ഏതെങ്കിലും നല്ല കളറാക്കണം. അപ്പൊ ഞാൻ പർപ്പിളാണ് ഉദ്ദേശിക്കുന്നത്. പർപ്പിളാവോന്നറിയില്ല. പർപ്പിൾ ചൂസ് ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് അമ്മയ്ക്കായാലും ചിരണിക്കായാലും എനിക്കായാലും പർപ്പിൾ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഒരു ലൈറ്റ് കളർ നല്ല രസമല്ലേ പർപ്പിൾ കാണാനായിട്ട്. പിന്നെ എൻ്റെ ഫോൺ കവറും പർപ്പിളാണ്. അപ്പൊ എല്ലാം കൂടി ഞാൻ വിചാരിച്ചു പർപ്പിൾ മതി എന്നുള്ള എടുത്ത തീരുമാനം കേട്ടോ. പിന്നെ തലയിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒന്നാമത്തെ ഈ പൊടിയൊക്കെ കെട്ടിക്കാനുണ്ടെങ്കിൽ അപ്പം തുമ്മലൊക്കെ വരും. ഇത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് അടിച്ചതാക്കിയപ്പോഴേക്കും ഞാൻ തുമ്മി ഒരു ഇതായി. ഇനിയിപ്പോ പെയിന്റും കൂടി മണം കൂടി ആവുമ്പോൾ എങ്ങനെയാണ് തുമ്മലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. അല്ലെങ്കിൽ മുടിമൊക്കെ ആകെ പെയിന്റ് ആയിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെയുള്ള അതിന് പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കണം. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ഈ ചുമരുമ്മ കടലാസം സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് എന്നിട്ട് ഓരോ കടലാസൊക്കെ വെച്ച് കാണിട്ട് ഇങ്ങനെ ഉരച്ചൊക്കെ കളയണം ആദ്യം. എന്നിട്ട് വേണം നമുക്ക് പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഓരോന്നായി സ്റ്റെപ്പ് ആയിട്ട് കാണാം. ഏറ്റവും വില കുറവിന്റെ നോക്കിയും കണ്ടിട്ട് 1 ലിറ്ററിന്റെ 2 എണ്ണം. ദാറ്റ് മീൻസ് 2 ലിറ്റർ. അങ്ങനെ 2 ലിറ്റർ പെയിന്റാണ് വാങ്ങിച്ചേക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം അടിക്കാൻ 2 ലിറ്റർ പോരാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് വേറൊരു റൂം പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ അറിയാം റൂം അടിക്കാനായിട്ട് 2 ലിറ്റർ പോരാന്ന്. പക്ഷെ മൊത്തമില്ല, കുറച്ച് ഭാഗം അടിച്ചങ്ങാണ്ട് അവിടെ ഇടാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. കാരണം ഞാൻ അത്ര പ്രൊഫഷണൽ അല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും കരുതി കുറച്ച് ഭാഗം അടിച്ചിട്ട് കുറച്ച് ഭാഗം പിന്നെ അടിക്കാം. പിറ്റേന്ന് ഞാൻ നാളെ തന്നെ ബാക്കി പോയി. നാളെ നമുക്ക് ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാട്ടോ. രാത്രിയാണ് പണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞത് അപ്പൊ ഇതൊന്നും ഉറക്കില്ലാത്ത രാത്രി ആയിരിക്കും മിക്കവാറും. നാളെ ആഗസ്റ്റ് 15 അപ്പൊ ആഗസ്റ്റ് 15 നമുക്ക് മുടക്കാണല്ലോ. അപ്പൊ 2 ദിവസം കൂടി നിന്ന് അടിക്കാന്ന് കരുതണം. അപ്പോൾ പെയിന്റ് വേണമെങ്കിൽ നമുക്ക് നാളെ പോയി വാങ്ങാം. എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒന്നില്ലെങ്കിൽ ലൈറ്റ് റോസ് അല്ലെങ്കിൽ പർപ്പിൾ. ഇത് 2 ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ എന്താ പറയാ, അവർ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ലൈറ്റ് റോസ് ആക്കാനെങ്കിൽ റെഡാണ് കൊണ്ടുപോകുക, കുറച്ച് മിക്സ് ചെയ്താൽ മതിയെന്ന്. പിന്നെ പർപ്പിളിന് അവർക്ക് തന്നെ കുറെ കളർ മിക്സ് ആക്കണം തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ വൈലറ്റ് എടുത്തോ, നമുക്ക് പർപ്പിൾ ആവോ നോക്കാം, മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. എന്താ പറയാ, ലൈറ്റ് റോസിന് റെഡ് ആണെന്നുണ്ടെങ്കിൽ പർപ്പിളിന് വൈലറ്റ് ആയിരിക്കുന്നു. ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. ഞാൻ 2 എണ്ണം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നടിക്കാം. ഈ കാണുന്നതൊക്കെ എൻ്റെ കൊറോണ സമയത്തെ കലാവിരുതാട്ടോ. പിന്നെ ഞാനത് കളയണമെന്ന് വെച്ചിട്ട് പോയിട്ടില്ല. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കൂറായിട്ട് ഓരോന്ന് ചെയ്തിട്ടോ എന്ന് തോന്നും. ഏതാണ്ട് ഒരു 3-4 വർഷം മുമ്പൊക്കെയുള്ള സംഭവം. ആ സമയത്ത് ഞാനതൊക്കെ ഭയങ്കര വലിയ കാര്യത്തിൽ ചെയ്തിരുന്നതാണ് കേട്ടോ. ഓരോ സമയത്ത് ഓരോരോ ഭ്രാന്തടേ. ഇപ്പോഴത്തെ ഭ്രാന്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പെയിന്റ് അടിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഞാൻ തന്നെ വരുത്തി വെച്ച പണി എനിക്ക് തന്നെ കിട്ടുന്ന പറയുന്ന പോലെ തന്നെ ഇപ്പം ഇതെനിക്കൊരു വലിയ പടിയായി നിൽക്കുകയാണ്. ഒലിക്കാൻ സഹായിക്കാൻ പോലും ആരും വരണില്ല. അങ്ങനെ ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഏതാണ്ടൊക്കെ ഒലിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആ പൊടിയൊക്കെ തട്ടി എനിക്ക് തുമ്മലൊക്കെ പിടിച്ച. അങ്ങനെ ഞാൻ കൊറോണ സമയത്ത് സ്മരണയ്ക്ക് കഴിഞ്ഞ ഒരു മാസ്ക് ഒക്കെ എടുത്ത് വെച്ചു. പക്ഷേ എനിക്ക് അതിന് വലിയ ഇറിറ്റേഷൻ ആയി തോന്നിയപ്പോൾ ഞാൻ ദൂരി കളഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഉരച്ച് കളയലാണ് ഏറ്റവും വലിയ പടി പിടിക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ കുറെ ഉരച്ചരച്ച് ഏതാണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ടോ. നമുക്ക് ഇനി കുറച്ച് കളർ എടുത്തിട്ട് പർപ്പിൾ കളർ ആവും നമുക്ക് നോക്കാം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പർപ്പിൾ എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. പിങ്കിന് റെഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പർപ്പിൾ വൈലറ്റ് ആയിരിക്കും എന്ന് കരുതി വൈലറ്റ് വാങ്ങിച്ചേക്കാണ്. അത് ഞാനിത് പിടിച്ച് വലിച്ചു തുറക്കാനാണ് തോന്നിയത്. പിന്നെ ഞാൻ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല അത് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ പോയി കണ്ടൊരു കത്തിയൊക്കെ എടുത്തിട്ടുണ്ടോ. അങ്ങനെ ഞാൻ കത്തി കൊണ്ട് കുത്തിയും തല്ലിയൊക്കെ നോക്കി, എന്നിട്ടും കിട്ടണ്ടായില്ല. അവസാനം ഞാൻ എൻ്റെ ആയുധമായ പല്ലുകൊണ്ട് കടിച്ചു തുറന്നു. അങ്ങനെ എല്ലാ ശ്രമങ്ങൾക്കോടും എനിക്ക് സാധനം തുറന്നു കിട്ടിയിട്ടുണ്ട്. എന്തൊരു പുതിയ സാധനം കിട്ടിയാലും ആദ്യം തന്നെ മണത്ത് നോക്കേണ്ട ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ അതേപോലെ പെയിന്റ് മണപ്പിക്കാൻ നിന്നു. പക്ഷെ ആരും പെയിന്റ് ഒന്നും മണപ്പിക്കണ്ട. ഇതിന്റെ സൈഡ് എഫക്ട് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പെയിന്റ് ഒക്കെ അടിക്കണവരാണെന്നുണ്ടെങ്കിൽ മാസ്ക് ഇട്ട് അടിച്ചോളൂ കേട്ടോ. നമുക്ക് വൈറ്റിൽ കുറച്ച് വൈലറ്റ് ഒക്കെ കളിക്കാൻ കണ്ട് കുറച്ച് പർപ്പിൾ ആക്കി എടുക്കാം. കളർ എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പർപ്പിൾ ഭയങ്കര ലൈറ്റ് ആയ പോലെ എനിക്ക് തോന്നി. അത് പച്ചരി കളർ എടുത്ത് നല്ല കുറച്ചുകൂടി ഞാൻ കരുതുക ട്രെയിനാണല്ലോ, പ്രശ്നമില്ല. എനിക്കിഷ്ടമായിട്ടാ കളർ, എനിക്കിഷ്ടമായി. ഈ ഒരു കളർ നല്ല കളറായിരിക്കും എന്ന് കരുതുന്നു. വിദഗ്ധരോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞത് ഇതില് എന്താ പറയാ, ഇങ്ങനത്തെ ഇതിന്റെ ഹാഫ് വേണ്ട 20% വെള്ളം ഒഴിക്കണം എന്നാണ്. 20% വെള്ളം ചേർക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് 20, 40, 50 ആയത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഏതാണ്ട് വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ സാധനം. പിന്നെ ഞാനിതിൽ ചേർക്കണ കളർ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മില്ലി പെയിന്റ് കടക്കാരോട് എന്നെ ചോദിച്ചെങ്ങാണ്ട് ഒരു സെപ്പറേറ്റ് വാങ്ങിയതാട്ടോ. കത്തിയാണ് നമ്മുടെ ഇന്നത്തെ ആയുധം. കുറച്ച് പെയിന്റ് ആഡ് ചെയ്യാം, വൈലറ്റ് കളർ ആഡ് ചെയ്യാം. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇത്ര ആഡ് ചെയ്യണം കേട്ടോ.
നമ്മൾ ഓരോ പാഠങ്ങളും മെല്ലെ മെല്ലെ പഠിച്ചു വരുള്ളൂ. അതിൻ്റെ ഇതെല്ലാ കുഴപ്പങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു 5 മില്ലി ഒഴിച്ചെങ്കിലും അതെനിക്ക് തികഞ്ഞില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കളർ കിട്ടിയില്ല. അങ്ങനെ ഞാൻ 15 മില്ലി വീണ്ടും വരുത്തി ഒഴിച്ചും കണ്ടിട്ടാണ് എനിക്ക് കളർ കിട്ടിയത്. നമ്മൾ പാത്രത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല പർപ്പിൾ കളർ ഉണ്ടെങ്കിലും ചുമരുമ്പയ്ക്ക് അടിച്ചുണങ്ങി വരുമ്പോഴേക്കും നല്ല ഒരു വൈറ്റ് ഷെയ്ഡാണ് കിട്ടുന്നത്. അപ്പോൾ കളർ ഇട ചെയ്യുമ്പോൾ കുറച്ച് അധികം ഇട ചെയ്യാൻ നോക്കാം. ഞങ്ങളുടെ വീട്ടിലുള്ള അളമാരിമ കയറുന്നിട്ടാണ്ടോ ഈ സാഹസികത മൊത്തം കാണിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഒരു വലിയ മരം കയറിയാണെന്ന്. അങ്ങനെ ഞാൻ ഞെക്കിപ്പിഴിഞ്ഞ് ആ കവറിൻ്റെയും കളറിൻ്റെയും പ്രാണവായി വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി വെള്ളം കൂട്ടിങ്ങാണ്ട് കലക്കി ഒഴിച്ചാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പെയിന്റിൽ ഓൾറെഡി വെള്ളം കൂടിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ഈ കയറിക്കുത്തി മേലേറ്റിരിക്കണ കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ആദ്യം തന്നെ കയറിയപ്പോൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലെ കയറി ഇളകുമ്പോഴായിരുന്നു പേടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന്. പിന്നെ ആകുള്ളൊരു സമാധാനം വീണാലും നിലത്തുണ്ടാവുന്നതായിരുന്നു. പിന്നെ ആകുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറാൻ യാതൊരു പേടിയില്ല, എങ്ങനെയെങ്കിലും പൊത്തിപ്പിടിച്ച് കയറിക്കോളും. പക്ഷെ ഇറങ്ങാനാണ് പാടുന്നത്. ഞാൻ ഇറങ്ങണ നേരത്താണ് മനസ്സിലാക്കിയത്. ഓരോ 10 മിനിറ്റിന് ശേഷവും ഞാൻ അരമണിക്കൂർ ബ്രേക്ക് എടുത്തുകൊണ്ട് ഞാൻ അടിച്ച ഭാഗത്ത് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് അടിക്കാനായിട്ട്. പിന്നെ ആ കാണുന്ന ബ്ലാക്ക് കടലാസ് കഷ്ണം ഉണ്ടല്ലോ, ഞാൻ എത്ര വരച്ചിട്ടും മച്ചിട്ടും തേച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഭയങ്കര തിന്നായോട് ചുമരിനോട് പറ്റി പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല അടിച്ചപ്പോൾ. എന്നാലും ഞാൻ അതിൻ്റെ മേലെ കൂടി 3-4 തവട്ടൊക്കെ അടിച്ചിട്ടാട്ടോ അത് കാണാണ്ടായിരിക്കുന്നത്. ഉണങ്ങി കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റായിരുന്നു. അങ്ങനെ ഞാൻ നിന്നും കിടന്നും പറന്നു ഇരുന്നിട്ടൊക്കെയാണ് അടിക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇതിൻ്റെ മേലേൽ കയറാനായിട്ട് ഒരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ ഞാൻ ഓരോ സൈഡിലെ സാധനങ്ങളൊക്കെ മാറ്റി അവിടെ അടിച്ചു കൊടുത്തു. പിന്നെ പ്രത്യേക ശ്രദ്ധിക്കുക, ഇത് കണ്ട് അനുകരിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൾബും സ്വിച്ചൊക്കെ പെയിന്റ് വിടാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഓരോ സ്ഥലത്തും പെയിന്റ് അടിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഞാൻ കടലാസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഇവിടെ കടലാസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് തന്നെ യാതൊരു പിടിയുമില്ല. ഞാനിപ്പോൾ ആകപ്പാടെ കാണാനായിട്ട് ഒരു പുള്ളിപ്പുലി കണക്കായിട്ടുണ്ട്. നിറച്ച് വെള്ളക്കുത്തകളായിരുന്നു എൻ്റെ മേത്ത്. അങ്ങനെ ഞാൻ അടുത്ത സ്റ്റെപ്പായ സ്ലാബിൻ്റെ മേലെ കയറിയിരുന്ന് അടിച്ചു കേട്ടോ. ഞാൻ ഈ റൂം പകുതി മാത്രം പെയിന്റ് അടിക്കാന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ചീരുണി വന്നപ്പോൾ ഒരു പാട്ട പെയിന്റും കൂടി വാങ്ങിച്ചിട്ട് പറഞ്ഞു അവിടെ നമുക്ക് ഈ റൂം മൊത്തം പെയിന്റ് അടിക്കാന്ന്. അങ്ങനെ ചീരുണിയും കൂടി കൂടിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ആയപ്പോൾ ഏതാണ്ട് വേഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിന്റെ പെയിന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് പർപ്പിൾ കളറൊക്കെ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇനി ഡെക്കറേഷൻ ആവാന്ന് കരുതി ഞാൻ കുറച്ച് പോളറോയിഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇത് പോളറോയിഡ് ട്രെൻഡിങ് ആയ ഒരു ടൈം ഉണ്ടായല്ലോ. ആ ടൈമിൽ തന്നെ എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ നോക്കി എന്തൊക്കെയോട്ടാ. ആ ടൈമിൽ തന്നെ ഞാൻ കുറച്ച് പോളറോയിഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാം. നമുക്ക് കുറച്ചുകൂടി ഭംഗിയാവുമല്ലോ. എൻ്റെ കയ്യിൽ അധികം പോളറോയിഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇന്നെങ്ങാണ്ട് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം ഈ റൂമിൽ കയറുമ്പോൾ ഏതാണ്ട് രൂപക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു മാതാവിൻ്റെ ഫീൽ ആട്ടോ എനിക്ക്. ഞാനൊരു ഫ്രെയിം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ചട്ടപ്പെട്ടേന്ന് റൂമിൽ പെയിന്റ് അടിക്കാൻ തീരുമാനിട്ടത് ആ ഫ്രെയിം അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രെയിം ആട്ടോ അത്. ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ അധികം ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണണേലും നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട്. പിന്നെ ഒരു മിസ്സിംഗ് ആയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജനലിയുടെ കട്ടിലപ്പടി അടിക്കാനുള്ള പെയിന്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യമായാലും അതിപ്പോൾ ഒരു കുഞ്ഞു കാര്യമായാൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് നടത്തിയെടുത്ത കാര്യമാണ്. ഹേ ഗായ്സ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റൂം സെറ്റപ്പ്. പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് പോളറോയിഡ് തൂക്കി കുറച്ച് ഒരു കുപ്പിയിൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു. ബൈ.